അവന്റെ വരവ് തനിച്ചായിരിക്കില്ല, ഒപ്പം ശിവാനിയും ഉണ്ടാവും. അവനൊരു കാരണവരെ പോലെ ഈ വീടിന്റെ ഈ സിറ്റ് ഔട്ടില്ലേ, ഒരു കസേര വലിച്ചിട്ട് കാലുമേ കാല് കയറ്റി വെച്ച് ഇരിക്കും. പിന്നെ നിങ്ങളുടെ അവസ്ഥ പറയട്ടല്ലോ. കാണാൻ പോകുന്ന പൂരം കണ്ടറിയാം നമുക്ക്. ആന്റി എന്തോ ഉള്ളിൽ വെച്ച് സംസാരിക്കുന്നത് പോലെ ഉണ്ടല്ലോ ഗൗതം. ഒന്നുമില്ലെന്നേ, നമ്മൾ സക്സസ് ആയി നടഞ്ഞ ടെൻഷനില് വെറുതെ ഓരോ ഡയലോഗ് കാച്ചുന്നല്ലേ. നിങ്ങൾ വാ. ശിവാനിയെ പറഞ്ഞു വിട്ട് അമ്മയെ മയക്കി കിടത്തി നിധിയെ ഹൈടെക് ഓഫീസിൽ നിന്ന് ഒഴിവാക്കി എടുക്കാനും ഗൗതമിന്റെ മനസ്സിൽ തീകോരി ഇടാനും ആന്റി പെട്ടെന്നെടുത്ത തീരുമാനമുണ്ടല്ലോ. ഓ, അതാ ട്വിസ്റ്റായത്. അങ്കിളിലായാലും ആന്റിയിലായാലും ഞാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ കഴിവെന്നല്ല വിളിക്കേണ്ടത്, കപ്പാസിറ്റി എന്നാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തളർന്നു പോവാതെ ചിന്തിക്കുകയും വളരെ വേഗത്തിൽ തീരുമാനങ്ങളെടുത്ത് നടപ്പിലാക്കുകയും ചെയ്യും. റിയലി ഗ്രേറ്റ്. ഇതെന്തോ ഇത്? കുറെ നാളുകൾക്ക് ശേഷം നമുക്ക് സന്തോഷിക്കാൻ ഒരു വിജയം കിട്ടിയതല്ലേ. CKC ഞങ്ങൾ കൂടെ ഇല്ലെങ്കിലും നമ്മൾ ഇത് ആഘോഷിക്കണം. അതുകൊണ്ട് ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കി. കൊറേ നേരമായി നിന്നെ കാണാതായപ്പോഴേ ഞാൻ ആലോചിച്ചു ഇത് എവിടെ പോയിരിക്കുവാന്ന്. എടുക്ക് പ്രണവ്, എടുക്ക്. ആന്റി മോളെ ഇതെവിടെ വെച്ചേക്ക്, ഞാൻ എടുത്തോളാം. CKCയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. സമയം എത്രയായി? 8 മണിയാവുമ്പോ വിളിക്കാന്നാ CKC പറഞ്ഞിരുന്നത്. എന്നിട്ട് ഇതുവരെ കോളൊന്നും വന്നില്ലല്ലോ. മണി 8 പോകുന്നേ ഉള്ളൂ. മിക്കർ അങ്കിൾ ഇപ്പൊ വിളിക്കും. നമുക്ക് 3 പേർക്കും കൂടി നാളെ ജയിലിൽ പോയി അങ്കിളിനെ ഒന്ന് കണ്ടാലോ? നമ്മൾ 3 പേരും കൂടി തന്നെ അങ്കിളിനെ പോയി കാണും. പക്ഷേ അത് ജയിലിൽ വെച്ചായിരിക്കില്ല എന്ന് മാത്രം. അല്ല, ആന്റി പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. ആന്റി എന്തോ തന്ത്രം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. CKC അങ്കിളിനെ പുറത്തിറക്കാനുള്ള പരിപാടിയാ. അല്ല, അതിന് ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഡേറ്റ് ആയില്ലല്ലോ, പിന്നെങ്ങനെ? അതൊക്കെ ഉണ്ട്. ഒരു കോടതിയുടെ ഔദാര്യത്തിനും കാത്തു നിൽക്കാതെ നാളെ CKC പുറത്തു വരും. ഷാർപ്പ് 8 മണി. ഏത് കാരാഗ്രഹത്തിലും CKCക്ക് സർവ്വ സ്വാതന്ത്ര്യ. വിളി വന്നേ കണ്ടില്ലേ? ഹലോ CKC. എന്തായി കാര്യങ്ങൾ? പ്ലാനൊക്കെ കൃത്യമായി വർക്കായോ? ശിവാനി ഉണ്ടാക്കിയ 1-ാം തരം പായസം കഴിച്ചുകൊണ്ടിരിക്കുക അവിടെ. ഫോണിൽ കൂടെ ആണെങ്കിലും ഒരു സ്പൂണ് മധുരം ഞാൻ CKCയുടെ വായിലേക്ക് വച്ചു എന്ന് കരുതിക്കും. അപ്പോ പ്ലാൻ സക്സസ് ആയല്ലേ? ഗൗതമന്റെ കയ്യിൽ നിന്നും ഡോക്യുമെന്റ്സ് എല്ലാം ഒപ്പിട്ട് വാങ്ങി. പക്ഷേ ഗൗതം ആ ഡോക്യുമെന്റ്സ് ഒന്നും വായിച്ചു നോക്കാതിരിക്കാൻ എന്ത് തന്ത്രമാണ് നീ ഒപ്പിച്ചത്? ഗൗതം മാത്രമല്ല, എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ വരുമ്പോ ആ നിധിയും കൂടെ ഉണ്ടായിരുന്നു. ഗൗതം എഗ്രിമെന്റ് സൈൻ ചെയ്യുമ്പോ അവന്റെ അരികിൽ നിധി ഉണ്ടാവാൻ പാടില്ല. നിധി എവിടുന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. ഒഴിവാക്കി എടുത്തേ പറ്റൂ. നമുക്കൊരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ശിവാനിക്ക് ചിലത് ചെയ്യാൻ പറ്റും. ജ്യോതി ആന്റി പറഞ്ഞതനുസരിച്ചേ ഞാൻ നേരെ അമ്പലത്തിലേക്ക് പോയി. ഞങ്ങളെ അമ്പലത്തിൽ നിന്ന് കോള് വന്നതോടെ ഗൗതമന്റെ നിയന്ത്രണം വിട്ടുപോയി. പിന്നെ കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിലായിരുന്നു. സൂപ്പർ. ഇതിനെ സൂപ്പർ എന്നതിനപ്പുറം എന്ത് വാക്കുപയോഗിച്ച് പറയാൻ പറ്റുമോ അതെല്ലാം ഞാൻ പറയും. ഫാന്റാസ്റ്റിക്, ഫാന്റാസ്റ്റിക്. ജയിലിൽ കിടക്കുന്ന എനിക്ക് ഈ വാർത്ത തരുന്ന എനർജി വളരെ വലുതാണ്. എന്തായാലും സ്വത്തുക്കൾ മുഴുവൻ പ്രണവിന്റെ പേരിലേക്ക് മാറ്റി എഴുതിക്കൊണ്ടുള്ള ഡോക്യുമെന്റ്സിൽ ഗൗതം സൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു ജീവപര്യന്ത കാലം ജയിലിൽ കിടന്നാലും എനിക്കൊന്നുമില്ല, ഒരു വിഷമവുമില്ല. അതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ടെങ്കിലോ? ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് ജയിലിൽ പോയി റെസ്റ്റ് എടുത്ത് കളയാന്നാണ് CKC വിചാരിക്കുന്നെങ്കിലേ അതിന് ഞങ്ങൾ അനുവദിക്കോ CKC? ജ്യോതി, പെട്ടെന്നൊന്നും ജാമ്യം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ CKC. ഈ ഡോക്യുമെന്റ്സ് രജിസ്റ്റർ ചെയ്യണം. അതിന് നിയമസാധ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ കോടതി മുഖാന്തരം തന്നെ ഗൗതമിനെയും നിധിയെയും പിന്നെ അവർക്ക് ഒത്താശ ചെയ്യുന്ന സർവ്വ ആൾക്കാരെയും ഈശ്വരമംഗലത്തിൽ നിന്നും പുറത്തു ചാടിക്കണം.
നമ്മുടെ മക്കളെ നമുക്ക് അവരുടെ സിംഹാസനത്തിലേക്ക് കയറ്റിയിരുത്തണം. ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാനായി പ്രണവ് ഉയരങ്ങളിലേക്ക് പറന്നു കയറുന്നത് നമുക്ക് കണ്ട് സന്തോഷിക്കണം. അതിന് നാളെ തന്നെ CKC ജയിലിന് പുറത്തിറങ്ങിയേ പറ്റൂ. എങ്ങനെ? ഓം പ്രകാശ് വക്കീൽ എന്നെ കാണാനേ വന്നിരുന്നു. പുള്ളി ചില ഫേക്ക് എവിഡൻസുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിന് ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം. ഇത് എന്റെ മാത്രം ബുദ്ധിയല്ല, വക്കീലുമായി സംസാരിച്ച് ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചതാ. എന്ത് ഐഡിയ? ഇത് ഉഗ്രം പരിപാടിയാണ്. നിങ്ങൾ ഫോൺ വെച്ചോ, ഇപ്പൊ തന്നെ ഞാനത് ചെയ്തോളാം. ഓക്കെ CKC, ഇനി ഞാൻ കാത്തിരിക്കുന്നത് ജയിലിൽ നിന്നുള്ളൊരു കോളിന് വേണ്ടിയാ. ബൈ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. നോക്ക് സാറേ, എപ്പോഴും ഫോൺ തരുമെന്ന് ചോദിച്ച് വരല്ലേ, എന്റെ പണി പോകുന്ന പരിപാടിയാ. ഇല്ല സർ, ഇനി ഒരിക്കലും ഫോണിന്റെ കാര്യം പറഞ്ഞ് ഞാൻ സാറിനെ ബുദ്ധിമുട്ടിക്കില്ല. വല്ലപ്പോഴൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ചോദിച്ചാൽ മതി, ഞാൻ തന്നേക്കാം. അയ്യോ, എന്തുപറ്റി? നെഞ്ചുവേദന എടുക്കുന്നു. സതീഷേ. ആ സാർ. കുഴപ്പമില്ല, ഒന്നുമില്ല. എന്താ, എന്തു പറ്റി സാർ? ഒരു കുഴപ്പമില്ലായിരുന്നു. ആളാ അറ്റാക്ക് ആണെന്ന് തോന്നുന്നു. വേഗം പിടിക്കും, ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടി വരും. ഈ പോലീസുകാരൻ എന്തിനാ ഇതിന്റെ മുന്നിൽ ഇങ്ങനെ കുറ്റിയും പറിച്ച് നിൽക്കുന്നേ? അങ്കിൾ എന്താ ഇവിടെ നിന്ന് എഴുന്നേറ്റ് കൂടി പോവും? ശോ, നീ ഒന്നും മിണ്ടാതിരിക്കും ശിവാനി. ഇന്നലെ രാത്രി മുതൽ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുക. ഇത്രയും നേരമായിട്ട് അങ്കിളിനെ ഒന്നും കാണാൻ പോലും സമ്മതിച്ചില്ലല്ലോ. എന്തായാലും ഡോക്ടർ പരിശോധിക്കുകയല്ലേ, പുള്ളി ഒന്ന് ഇറങ്ങി വരട്ടെ. ഡോക്ടർ കയറി കണ്ടോളാൻ പറഞ്ഞ പിന്നെ ഈ പോലീസുകാർക്ക് തടയാൻ പറ്റില്ലല്ലോ. ഇനി ഡോക്ടർ എങ്ങാനും വന്ന് അങ്കിളിന് ഒരു കുഴപ്പമില്ലെന്നെങ്ങാനും പറയൂ. നീ ഇങ്ങനെ ഓരോന്ന് ഉറക്കെ വിളിച്ച് പറയല്ലേ ശിവാനി, ആരെങ്കിലും കേട്ട പ്രശ്നവും. നോക്ക്, നമ്മുടെ മുഖത്ത് നല്ല ടെൻഷനും സങ്കടവും വേണം. CKC മരണത്തോട് മല്ലടിച്ച് കിടക്കുക, അറിയാലോ. ഇപ്പോഴത് എന്റെ മേടിക്കുന്നു. ഇല്ലില്ല, ഇനി ഞാൻ സീരിയസാ. അങ്കിള് സീരിയസാ, ഞാൻ സീരിയസാ. ചന്ദ്രബോസ്, 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 പെയിൻ എങ്ങനെയുണ്ട്? തൽക്കാലം ഇവിടെ കണ്ടിന്യൂ ചെയ്യട്ടെ.